എൽ.ഡി.എഫിന്റെ പത്രപരസ്യം വഴി വലിയ മുറിവാണ് CPM ഏൽപ്പിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ CPM നേതാക്കൾക്ക് സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ത്, എങ്ങനെ, ഏത് രീതിയിൽ പറയണമെന്ന് അവർക്ക് അറിയില്ല. ഇവരെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് BJP ആണെന്നും സതീശൻ വ്യക്തമാക്കി. നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് ശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തലേദിവസം CPM നൽകിയ വിവാദ പരസ്യം, വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യം, അത് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. അത് ഉണങ്ങാൻ താമസമെടുക്കും. കാരണം സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. ഇത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് CPI തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ പരസ്യമല്ല, ഇടതുമുന്നണി അല്ല ഇത് കൊടുത്തത്. അതിൽ CPIക്ക് യാതൊരു പങ്കുമില്ല. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ, CPIയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ CPI പോലും അറിയാതെ, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും അറിയാതെ മുഖ്യ ഘടകകക്ഷി ഇത് വർഗീയ വിദ്വേഷം, ഞങ്ങളാരും പറയണ്ടല്ലോ, വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് മുഖ്യ ഘടകകക്ഷി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഉത്തരവാദി മന്ത്രി MP രാജേഷാണ്. അദ്ദേഹത്തിനുമാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആൾ. അദ്ദേഹം ഇന്നലെ ഇതിനെ ന്യായീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ചെലവ് കുറവുള്ളതുകൊണ്ടാണ് ഈ രണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തത്. ന്യൂസ് ഡെസ്ക്.